തിരക്കഥയുടെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ റീൽസ്, ഷോർട്സ് ഈ വിഷയത്തെ പറ്റിയുള്ള പഠനത്തിലാണല്ലോ. അതിൻ്റെ രണ്ടാം ഭാഗമാണിത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ ആരംഭിക്കുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ റീൽസിലേക്കും ഷോർട്സിലേക്കും കൂടുതൽ ആകർഷിക്കപ്പെടുന്നത്. എല്ലാവരും അതിൽ കണ്ടമാനം സമയം സ്പെൻഡ് ചെയ്യാനുള്ള കാരണം എന്താണ്, അതിൻ്റെ പുറകിലുള്ള സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്ന് കണ്ടെത്തുവാനുള്ള ഒരു ശ്രമമാണ്. വളരെ വലിയൊരു സബ്ജക്റ്റാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ തുടങ്ങാം. ഒരു പ്രധാന കാരണം ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലാക്കിയത്, ഇന്ന് എല്ലാവരും വളരെ ബിസി ലൈഫാണ്. എല്ലാവർക്കും ഭയങ്കര തിരക്കാണ്, സ്പെൻഡ് ചെയ്യാൻ സമയം കുറവാണ്. പണ്ടൊക്കെ നമ്മളുടെ സുഹൃത്തുക്കളെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ മണിക്കൂറുകളോളം വഴിയരികിൽ സംസാരിച്ച് നിൽക്കുമായിരുന്നു, മിനിറ്റുകളല്ല. ഇന്നത്തെ തലമുറയ്ക്ക് ചിലപ്പോൾ അതൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ അവർക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഹ്യൂമൻ ബ്രെയിനിന് എപ്പോഴും ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയിടത്തോളം, അതെപ്പോഴും അധ്വാനം കുറഞ്ഞ വഴികളിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിന് മനുഷ്യരുടെ ഒരു പൊതു സ്വഭാവമാണ്, പണ്ട് കാലം തൊട്ടുള്ള ഒരു പൊതു സ്വഭാവമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും ഇൻവെൻഷനുകൾ ഉണ്ടായതും. എങ്ങനെ മനുഷ്യജീവിതം എളുപ്പമാക്കാം, എങ്ങനെ നമ്മുടെ ഫെസിലിറ്റീസ് കൂട്ടാം എന്നുള്ളൊരു തോട്ടാണ് ഇത്രയും ഇൻവെൻഷൻസിലേക്കൊക്കെ നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചത്. ഇതേ ഒരു തിയറി തന്നെയാണ് ഇവിടെയും വർക്കാവുന്നത്. നമ്മൾ ഒരു 2 മിനിറ്റുള്ള മൂവി കാണുമ്പോഴും 10 മിനിറ്റുള്ള യൂട്യൂബ് വീഡിയോ കാണുമ്പോഴും ഒക്കെ ഹ്യൂമൻ ബ്രെയിനിൽ ഒരു ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ 2 മണിക്കൂറുള്ള സിനിമ തുടങ്ങി, അവിടെ നിന്ന് പുതിയ ഇൻഫർമേഷൻസ് കിട്ടി, പുതിയ കാഴ്ചകൾ കണ്ടു, അതങ്ങനെ ഒരു പരിസമാപ്തിയിൽ അവസാനിക്കുമ്പോൾ പ്രോസസ്സ് ഹ്യൂമൻ ബ്രെയിനിലും സംഭവിക്കുന്നുണ്ട്. ഇത് 10 മിനിറ്റ് യൂട്യൂബ് വീഡിയോ കാണുമ്പോഴും ഇത് സംഭവിക്കുന്നുണ്ട്. ഈ റീല് കാണുമ്പോഴും, ഒരു റീലിൻ്റെ ലെങ്ത്ത് ഫേസ്ബുക്കിൽ 1.5 മിനിറ്റ് വരെയാണ്, യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അത് 3 മിനിറ്റ് വരെയാണ്. ഇതേ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻഡിങ് പ്രോസസ്സ് ഈ ചെറിയ വീഡിയോകൾ കാണുമ്പോഴും ഹ്യൂമൻ ബ്രെയിനിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു റീല് കാണുമ്പോൾ 3 മിനിറ്റ് കൊണ്ട് ബ്രെയിനിനൊരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. അപ്പോൾ ബ്രെയിനിൻ്റെ പണി എളുപ്പമായി. ഈ 2 മണിക്കൂറുള്ള സിനിമ കണ്ടു കിട്ടുന്ന പോലുള്ള ഒരു ഇൻഫർമേഷൻ 3 മിനിറ്റുള്ള റീല് കാണുമ്പോൾ കിട്ടണം. അപ്പോൾ ഹ്യൂമൻ ബ്രെയിൻ ഇങ്ങനെ ആ ഈസിനെസ്സിലേക്ക് പോകാനായിട്ട് നമ്മളെ ടെംപ്റ്റ് ചെയ്യിച്ചോണ്ടിരിക്കും. അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഉള്ളിൽ എളുപ്പത്തിൽ ആ 3 മിനിറ്റിനുള്ളിൽ ഈ ഇൻഫർമേഷൻ അതിലേക്ക് പോകുവാനുള്ള ഒരു ത്വര, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രേരണ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ആളുകൾ കൂടുതൽ റീൽസും ഷോർട്സും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് അഡിക്റ്റഡ് ആവാനായിട്ടുള്ള ഒരു കാരണം. മറ്റൊരു കാരണം, സിനിമ തിയേറ്ററിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ടി വിയിലോ ഒക്കെ ആയിരിക്കും നമ്മൾ കാണുക. റീൽസ് നമ്മൾ എപ്പോഴും അധികം കാണുന്നത് മൊബൈൽ ഫോണുകളിലായിരിക്കും. മൊബൈൽ ഫോൺ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ യാത്ര ചെയ്യുമ്പോഴുണ്ട്, നമ്മളൊരാളെ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. അപ്പോൾ ഈ റീലുകൾ കാണാനും ആസ്വദിക്കാനും മൊബൈലിൽ അത് എൻജോയ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് മനുഷ്യന് കൂടുതലാണ്. അതാണ് ഞാൻ നിരീക്ഷിച്ച മറ്റൊരു കാരണം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് നോക്കാം. ഈ റീലുകൾ ഇങ്ങനെ മനുഷ്യനിരുന്ന് കാണുന്നതിൻ്റെ പുറകിലുള്ള സൈക്കോളജി. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും എടുത്തു പറയുന്ന ഒരു പോയിന്റാണ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആൻഡ് ഡോപ്പമൈൻ റിലീസ്. ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദം, അല്ലെങ്കിൽ വളരെ ഒരു സംതൃപ്തമായിട്ടുള്ളൊരു അവസ്ഥ, അതൊക്കെ മനുഷ്യന് ഫീൽ ചെയ്യുന്ന ഒരു കാര്യത്തെയാണ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുകയാണ്. ഒരു സിനിമ കാണുമ്പോൾ 2 മണിക്കൂർ കൊണ്ട് ഉണ്ടാകുന്ന ആ ഗ്രാറ്റിഫിക്കേഷൻ, അല്ലെങ്കിൽ ഒരു യൂട്യൂബിലെ ഏതെങ്കിലും ഒരു സീരീസ് കാണുമ്പോൾ അരമണിക്കൂർ കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്ന ആ ഗ്രാറ്റിഫിക്കേഷൻ ഇവിടെ വെറും 1.5 മിനിറ്റ് കൊണ്ടും 3 മിനിറ്റ് കൊണ്ടും ഒക്കെ മനുഷ്യന് അനുഭവവേദ്യമാവുകയാണ്. അടുത്ത പോയിന്റാണ് ഇമ്മീഡിയറ്റ് ഡോപ്പമൈൻ റിലീസ്. ഈ ഡോപ്പമൈൻ ഒരു കെമിക്കൽ ഏജന്റാണ്. നല്ലൊരു അന്തരീക്ഷമോ അല്ലെങ്കിൽ നല്ലൊരു ചുറ്റുപാടോ അല്ലെങ്കിൽ സന്തോഷമുള്ള ഇൻസിഡൻറ്റോ ഒക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ അതൊക്കെ മനുഷ്യരുടെ മുമ്പിൽ എത്തുമ്പോൾ
നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു കെമിക്കലാണ് ഡോപ്പമൈൻ. ഇത് നമ്മളുടെ ബ്രെയിനിലേക്ക് എത്തുകയും നമുക്ക് വളരെ ആനന്ദദായകമായിട്ടുള്ള ഒരു അവസ്ഥ, ഒരു വളരെ കംഫർട്ടായിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് നൽകുകയും ചെയ്യും. നമ്മളത് എൻകറേജ് ചെയ്യും, വളരെ പോസിറ്റീവായിട്ട് മോട്ടിവേറ്റ് ചെയ്യും, നമ്മുടെ മനസ്സിൽ ഒരു സന്തോഷം തോന്നും. ഇങ്ങനെയൊരു അവസ്ഥ പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഡോപ്പമൈൻ്റെ ഇമ്മീഡിയറ്റ് റിലീസാണ് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ സംഭവിക്കുന്നത്. 1.5 മിനിറ്റിനുള്ളിൽ 3 മിനിറ്റിനുള്ളിൽ ഈ ഇമ്മീഡിയറ്റ് റിലീസ് സംഭവിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ സിനിമയ്ക്ക് 2 മണിക്കൂറും ബാക്കി വേറെ സീരീസുകൾക്കൊക്കെ അരമണിക്കൂറും മറ്റു പല പ്രോഗ്രാംസിലൊക്കെ 10 മിനിറ്റൊക്കെ എടുക്കുമ്പോൾ ഇത് വെറും 1.5-3 മിനിറ്റിനുള്ളിലാണ് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നത്. ഈ ഗ്രാറ്റിഫിക്കേഷനും ഇമ്മീഡിയറ്റ് ഡോപ്പമൈൻ റിലീസും മനുഷ്യന് നല്ലൊരു സുഖകരമായ അവസ്ഥയിലേക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടെത്തിക്കുകയാണ്. ഇതാണ് നമ്മുടെ ബ്രെയിനിനെയും അല്ലെങ്കിൽ മനുഷ്യരെയൊക്കെ റീലുകൾ തുടർന്ന് കാണാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. അവരറിയാതെ അവർ ഈ റീലുകളിലേക്ക് അല്ലെങ്കിൽ ഈ ഷോട്ടുകളിലേക്ക് വലിച്ചടുപ്പിക്കപ്പെടുകയാണ്. ഈ ഡോപ്പമൈൻ എന്ന് പറയുന്ന കെമിക്കൽ ഏജന്റിനെ നമ്മളുടെ ഫിലിം മേക്കിങ്ങിലും അല്ലെങ്കിൽ സ്ക്രിപ്റ്റിങ്ങിലും സ്റ്റോറി ടെല്ലിങ്ങിലും ഒക്കെ ഉള്ളൊരു പ്രാധാന്യത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ വിശദമായിട്ട് നമ്മൾ വരും എപ്പിസോഡുകളിൽ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാന ഘടകം ഈ ഷോർട്സുകൾ ഹ്യൂമൻ മൈൻഡിനെ സ്വാധീനിക്കാനും അഡിക്ഷൻ ഉണ്ടാകാനുള്ളൊരു കാരണം ക്വിക്ക് എസ്കേപ്പാണ്. ഇപ്പോൾ മൂവീസ് കാണുമ്പോഴും ബാക്കി വീഡിയോസ് കാണുമ്പോഴും സ്റ്റോറികളൊക്കെ വായിക്കുമ്പോഴും എസ്കേപ്പ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇത് ഒരു ക്വിക്ക് എസ്കേപ്പാണ് നമുക്ക് നൽകുന്നത്. അതും മനുഷ്യർക്ക് ഈ റീൽസിനോടും ഷോർട്സിനോടും ഒക്കെ ഒരു അഡിക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള ഒരു കാരണം ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ റീലുകളോടും ഷോർട്ട് വീഡിയോകളോടുമൊക്കെ മനുഷ്യന് ഇത്രമേൽ അടങ്ങാത്ത അഡിക്ഷൻ ഉണ്ടാവുന്നതിന് പുറകിലുള്ള സൈക്കോളജിക്കൽ റീസണുകളെ കുറിച്ചുള്ള പഠനവും അന്വേഷണവും നമ്മൾ വീണ്ടും തുടരും. താങ്ക് യു.